നമസ്കാരം, ഞാൻ സുരമ്യ, ലൈഫ് കെയർ മീഡിയയിൽ നിന്നാണ്. ഇന്ന് നമ്മളോടൊപ്പം പ്രശസ്ത പീഡിയാട്രിഷ്യൻ ഡോക്ടർ മനു ജോസഫ് വാഴപ്പള്ളിയാണ്. കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ നമുക്ക് സാറിനോട് ചോദിച്ചറിയാം. സാർ, എന്താണ് സ്കൂൾ റീ ഓപ്പണിംഗുമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്? അതായത് സ്കൂൾ റീ ഓപ്പണിങ്ങിൽ നമ്മൾ കുട്ടികൾ 2 മാസത്തെ അവധിക്കാലം കഴിഞ്ഞിട്ടാണ് അവർ സ്കൂളിലോട്ട് വരുന്നത്. അപ്പോൾ അതിന് അവർ ഫേസ് ചെയ്യുന്ന ബേസിക്കലി ആയിട്ട് നമുക്ക് തരംതിരിക്കാം, 2 കാറ്റഗറി ആയിട്ട് നമുക്ക് തരംതിരിക്കാം. അവർ ഫേസ് ചെയ്യുന്ന ഒന്ന് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അത് മെൻ്റൽ ട്രബിൾസും, പിന്നെ രണ്ടാമത്തേത് ശാരീരികമായിട്ട് ഫിസിക്കലായിട്ട് അവർ അനുഭവിക്കുന്ന ട്രബിൾസാണ് അവർ ബേസിക്കലി ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് ടോപ്പിക്കിനെ കുറിച്ച് ഔട്ട്ലൈൻ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാനസികമായിട്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? മാനസികമായിട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അവർ 2 മാസത്തെ അവധിക്കാലത്ത് അവരവരുടെ പാരൻസിൻ്റെ തണലിലായിരുന്നു. അപ്പോൾ അവരവരുടെ വീടുകളിലെ ആ ഒരു വളരെ സെഡൻറ്ററി ആയിട്ടുള്ള, അതായത് വളരെ കാഷ്വലായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, അതായത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും എണീക്കാം, അതേമാതിരി അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിലും അവർക്ക് ഭക്ഷിക്കാം, ഇന്ന് കറക്റ്റായിട്ട് സമയത്ത് ഭക്ഷണം കഴിക്കണമെന്നില്ല, കറക്റ്റായിട്ട് സമയത്ത് എണീക്കണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ നിന്നാണ് അവർ ആ സ്കൂള് എന്നുള്ള ഒരു ഡിസിപ്ലിനിലോട്ട് മാറുന്നത്. അപ്പം അത് സഡനായിട്ട് അവർക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ചെറുതല്ല, അത് അത്യാവശ്യം നല്ല ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല, വലിയ കുട്ടികൾക്ക് വരെ നമ്മളിത് ഫേസ് ചെയ്യുന്നത് കാണാറുണ്ട് സാധാരണ. അതായത് ഇപ്പോൾ സ്കൂളിൽ ഇപ്പോൾ രാവിലെ, ഫോർ എക്സാമ്പിൾ, രാവിലെ എണീക്കുന്ന സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ 6:30-ക്കോ 7 മണിക്കോ എണീക്കേണ്ടി വരും. എന്നാലേ നമ്മുടെ കേരളത്തിലെ സ്കൂളിൻ്റെ ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് നമുക്ക് സ്കൂളിൽ പോകാനും അവർക്ക് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാനും പറ്റും. പക്ഷേ വീട്ടിലാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുട്ടി കിടന്നുറങ്ങുന്നത് രാത്രി 9 മണിക്ക് 10 മണിക്ക് ആവണമെന്നില്ല, ചിലപ്പോൾ കുറച്ചുകൂടി ലേറ്റായിട്ട് കിടന്നുറങ്ങാം, രാവിലെ എണീക്കുന്നത് നേരത്തെ ആവണമെന്നില്ല. അപ്പോൾ അവന് ലേറ്റായിട്ട് ചിലപ്പം എണീക്കാം, അതൊന്ന്. പിന്നെ രണ്ടാമത്തേത് അവരുടെ ഭക്ഷണക്രമങ്ങളാണ്. മറ്റേത് സ്കൂളിൽ പോകുന്ന സമയത്ത് രാവിലെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കറക്റ്റായിട്ട്, പിന്നെ അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ലഞ്ച്, പിന്നെ ചിലപ്പോൾ 11 മണിക്ക് സ്നാക്സ് ആണെങ്കിൽ അതുണ്ടാവും, പിന്നെ വൈകുന്നേരം സ്കൂളിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഇത് മറ്റേതാണെങ്കിൽ അവർക്ക് രാവിലെ എണീക്കുന്നത് ചിലപ്പോൾ 7 മണിക്കോ 8 മണിക്കോ 9 മണിക്കോ ആയിരിക്കും, അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ചിലപ്പോൾ 10 മണിക്കായിരിക്കാം, ലഞ്ച് ചിലപ്പോൾ കഴിക്കുന്നത് ചിലപ്പോൾ വീട്ടുകാരെ നിർബന്ധിച്ച് ചിലപ്പോൾ ഉച്ചയ്ക്ക് ചിലപ്പോൾ കുറച്ചെന്തെങ്കിലും കഴിക്കാം. ഒരു ശീലത്തിൽ നിന്ന് ഒരു സ്കൂളിലോട്ട് പോകുമ്പോൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കണം, അത് കഴിച്ചില്ലെങ്കിൽ ടീച്ചർമാരത് ചോദിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസിപ്ലിനോട് ചെല്ലുമ്പോഴത്തേക്ക് കുട്ടികൾ ഫേസ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ, നമ്മൾ പുതിയൊരു ഗ്രൂപ്പിനെ ആയിരിക്കും ചിലപ്പോൾ സ്കൂളിൽ കാണുന്നുണ്ടാവുക. കാരണം ചിലപ്പം 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ഇപ്പോൾ മിക്ക സ്കൂളുകളിലും ഓരോ ക്ലാസ്സിലും കുട്ടികളെ റീഷഫിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ റീഷഫിൾ ചെയ്യുമ്പോൾ എന്താ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, അപ്പം നമ്മൾ പഴയ ഫ്രണ്ട്സ് എല്ലാം മാറി പുതിയ ഫ്രണ്ട്സാണ് വരുന്നത്. അപ്പോൾ പുതിയ ഫ്രണ്ട്സ് വരുമ്പോൾ പുതിയ ഫ്രണ്ട്സിനെ ഫേസ് ചെയ്യാനുള്ളൊരു ആ ഒരു വിഷമം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ചിലപ്പോൾ ചില കുട്ടികൾക്ക് ടീച്ചേഴ്സിൻ്റെ പെറ്റായിട്ട് നിൽക്കാൻ ആഗ്രഹമുള്ള കുട്ടികളുണ്ട്. അപ്പോൾ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ ആ ഒരു ടീച്ചറിൻ്റെ പെറ്റായിട്ടിരിക്കുന്ന കുട്ടി ചിലപ്പോൾ 3-ാം ക്ലാസ് ചെല്ലുമ്പോഴത്തേക്ക് ആ ടീച്ചറിൻ്റെ പെറ്റാണെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് കുട്ടികൾ അവിടെ മെൻ്റലി ഫേസ് ചെയ്യും. പിന്നെ വേറെ എന്നുള്ള ഈ സ്ലീപ്പ് സൈക്കിൾസ് മാറുമ്പോൾ, അതായത് ഉറക്കത്തിൻ്റെ അവരുടെ ആ സൈക്കിളുകൾ മാറുമ്പോൾ ചിലപ്പോൾ ക്ലാസ്സിൽ നിന്ന് അവർക്ക് ഉറക്കം വരും. കാരണം വെച്ചാൽ നമ്മൾ ബേസിക്കലി വീട്ടിലിരുന്നാണെങ്കിൽ അവർക്ക് 10 മണിക്ക് കിടന്നുറങ്ങണമെങ്കിൽ അവർക്ക് 10 മണിക്ക് ഉറങ്ങാം, പക്ഷേ കുട്ടികൾ ക്ലാസ്സിൽ 10 മണിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടയർഡ്നെസ്സും കാര്യങ്ങളും അവർ ഫേസ് ചെയ്യും. അപ്പോൾ ബേസിക്കലി ഇതൊക്കെയാണ് അവരുടെ മെൻ്റലി അവർ ഫേസ് ചെയ്യുന്നത്. പിന്നെ പാരൻസിനെ കാണാതിരിക്കുന്നത് കുറച്ചും കൂടി ചെറിയ കുട്ടികൾക്കാണ്. അമ്മയും അച്ഛനെയും കാണാതിരിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഇപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അമ്മയും അച്ഛനും ബേസിക്കലി ജോലിക്കാരായിരിക്കും, അപ്പോൾ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും ഉണ്ടാകും. അപ്പോൾ ഗ്രാൻഡ് പാരൻസുമായിട്ട് അവരാണെങ്കിൽ കുട്ടികളെ വല്ലാതെ ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തുന്നൊരു കാലഘട്ടമാണത്. അപ്പോൾ ആ ഗ്രാൻഡ് പാരൻസിനെ കാണാതിരിക്കുമ്പോൾ, അപ്പം കുഞ്ഞു കുട്ടികൾക്ക് അച്ഛനെ കാണണം, അല്ലെങ്കിൽ അമ്മമ്മയെ കാണണം, അപ്പനെ കാണണം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ അങ്ങനെ വരും. അപ്പം ഇതൊക്കെയാണ് ബേസിക്കലി കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു മെൻ്റൽ ട്രോമ, മെൻ്റൽ പ്രഷർ, ഇതൊക്കെയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഓവർകം ചെയ്യാം. അത് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പം മെന്റലി കുട്ടികൾ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ സാർ പറഞ്ഞു. അപ്പം ഫിസിക്കലി സാർ എന്തൊക്കെയാണ് കുട്ടികൾ അനുഭവിക്കുക? നമ്മൾ ഫിസിക്കലി എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആ മെൻ്റലി പറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഫിസിക്കലി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ മാറി പുതിയൊരു ഡിസിപ്ലിനിലോട്ട് വരുമ്പോൾ, അതായത് അവരുടെ ഉറക്ക പാറ്റേൺ തന്നെയാണ് ഏറ്റവും കുട്ടികളെ ബാധിക്കുന്നത്. എന്ന് വെച്ചാൽ അത് സ്കൂളിലെ ആ ഒരു ലൈഫ് സ്റ്റൈൽ മിക്ക കുട്ടികളും ആദ്യത്തെ കുറച്ച് ദിവസം ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ഷെഡ്യൂൾ വരുമ്പോഴത്തേക്ക് മിക്ക ആൾക്കാർക്ക് ക്ഷീണവും സ്കൂളിൽ നിന്ന് ഉറക്കം വരും, അങ്ങനത്തെ ഇഷ്യൂസ് അതാണ്. പിന്നെ വീട്ടിനകത്ത് ഉള്ള വേറൊരു ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മാനസികമായിട്ടുള്ള ഇതിനകത്ത് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, വീടുകളിൽ മിക്ക സമയത്തും കുട്ടികൾ ഇപ്പോഴത്തെ ജനറേഷനകത്ത് TV-യുടെ മുമ്പിലോ അല്ലെങ്കിൽ സ്ക്രീൻ ടൈമിന് മുമ്പിലോ അത് ഭയങ്കരമായിട്ട് അവരെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ മറ്റേത് വീട്ടിനകത്താണെങ്കിൽ നമ്മൾ TV കണ്ടിരുന്നാൽ അവർക്ക് ദേ ആർ ഹാവിങ് ദെയർ ഓൺ ടൈം ആൻഡ് ദേ ക്യാൻ ഹാവ് ഫൺ
ഓഫ് ദ റൂം. അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള ആ ഒരു ഫൺ ഫാക്ടർ ടി വിയിൽ നിന്ന് മാറി ഫൺ ഫാക്ടർ സ്കൂളിൽ കിട്ടണമെങ്കിൽ അവർ വേറെ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. വേറെ കുട്ടികളെ ഇൻട്രാക്ട് ചെയ്യണമെന്ന് മാത്രമല്ല, ഒരു കളി കളിക്കണമെങ്കിൽ അവർ ഫിസിക്കലി എക്സേർട്ട് ചെയ്യണം. അപ്പം ആ ഒരു ഫിസിക്കൽ സ്ട്രെയിനും ഉച്ച കഴിഞ്ഞിട്ടുള്ള മിക്ക കുട്ടികളുടെ ഉറക്കം ഇതെല്ലാം മാറി കഴിയുമ്പോഴത്തേക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മിക്ക കുട്ടികളും തളർന്നു വന്ന് വൈകുന്നേരത്തെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കുറച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാണ് ബേസിക്കലി വീട്ടിൽ നിന്ന് ചെല്ലുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫിസിക്കൽ സ്ട്രെയിൻ ഉണ്ടാകും. രണ്ടാമത്തെ ഞാൻ ആദ്യമേ പറഞ്ഞ വിഷയമായി തന്നെ നമ്മളിപ്പോൾ ഒരു മഴക്കാലത്തോട്ട് കിടന്നിരിക്കുകയാണ്. സ്കൂളിൽ നമ്മുടെ കേരളത്തിൽ എപ്പോഴും റീസ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ജൂണിലാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എപ്പോഴും ആ ജൂൺ സമയത്താണ് മഴ എപ്പോഴും മൺസൂൺ വരുന്നത്. അപ്പം മൺസൂൺ സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളാണ് പിന്നെ അടുത്ത ഒരു സെക്കൻഡ്, അതൊരു ഇൻഫെക്ഷ്യസ് പാർട്ടിലോട്ട് വന്നു. അപ്പോൾ ഇൻഫെക്ഷ്യസ് പാർട്ടിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് ബേസിക്കലി പകരുന്നതെന്ന് പറഞ്ഞാൽ വൈറൽ ഡിസീസസ് വരാം, ബാക്ടീരിയൽ ഡിസീസസ് വരാം, പിന്നെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസീസ് വരാം. അതായത് വൈറൽ ഡിസീസ് ആണ് വൈറൽ പനി വരാം, ജലദോഷം, ചുമ അങ്ങനത്തെ. പിന്നെ ബാക്ടീരിയൽ ആണെങ്കിൽ ഇതേപോലത്തെ ടോൺസിലൈറ്റിസ്, പിന്നെ ചെവി വേദന, അങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ മൂന്നാമതായിട്ട് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനിലാണെങ്കിൽ നമ്മുടെ വയറിളക്കം, ഛർദി, അങ്ങനത്തെ ഇത്. അപ്പം അതാണ് ഇതായിട്ടുള്ളത്, നമ്മുടെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളത് ഡിസീസുകൾ. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, അതായത് പല ഡിസീസുകൾക്കും നമുക്ക് വാക്സിനേഷൻസ് കൊടുക്കാം. വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേമാതിരി നമ്മുടെ കുട്ടികൾ സ്കൂളിൽ ചെല്ലുമ്പോൾ എടുക്കേണ്ട ചില മുൻകരുതലുകളും കാര്യങ്ങളൊക്കെയുണ്ട്. നമ്മൾ എങ്ങനെ ഇപ്പോൾ നമ്മളൊരു അസുഖമുള്ള കുട്ടിയെ സ്കൂളിലോട്ട് വിടുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതപ്പോൾ ആ കുട്ടിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, അതായത് ഒരു സ്കൂളിലൊരു 3-5 വയസ്സ് 6 വയസ്സുള്ള കുട്ടി ജലദോഷമായിട്ട് സ്കൂളിൽ പോവുകയാണെങ്കിൽ, സ്കൂളിൽ വിടാതിരിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതാണ് ചില ബാക്കിയുള്ള കുട്ടികളും കൂടെ സ്പ്രെഡ് ആവില്ല. ഇനി വിടുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ അവരോട് പറയുകയാണ്, ചെറിയ കുട്ടികളാണെങ്കിൽ 5-6 വയസ്സുള്ള കുട്ടികൾ നമ്മൾ പറയുകയാണെങ്കിൽ, അവർ ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ ഒരു ടവൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു ഡിസീസ് സ്പ്രെഡ് കുറേ നമുക്ക് അവിടെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ചില കുട്ടികളുണ്ട്, ഇപ്പോൾ ടവൽ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മുഖം ഇങ്ങനെ തുടയ്ക്കുന്ന ഒരു സ്വഭാവമാണ്. ആ തുടയ്ക്കുന്ന സ്വഭാവം കൈ കഴുകുകയാണെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും എനിക്ക് തോന്നുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഈ പാത്രങ്ങൾ ഷെയർ ചെയ്യുക കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി. കാരണം വെച്ചാൽ എപ്പോഴും നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ നമ്മുടെ കുട്ടികളെ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, വേറെ ഭക്ഷണം കഴിക്കാൻ അവർക്ക് എപ്പോഴും താല്പര്യം നമ്മുടെ വീട്ടിലുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മിക്ക കുട്ടികളും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ ഭയങ്കരമായിട്ട് താല്പര്യപ്പെടുന്നതിൻ്റെ ഒരു കാരണം അതാണ്. എന്നുവെച്ചാൽ അവരെപ്പോഴും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പം ഇപ്പം എൻ്റെ മോൻ കൊണ്ടുവരുന്ന ഭക്ഷണത്തിനകത്ത് ചിലപ്പം ചോറും മീൻകറി ആണെങ്കിൽ അപ്പുറത്തതിനകത്ത് ചോറും ചിക്കനും ആണെങ്കിൽ ആ ചിക്കൻ അപ്പുറത്ത് പോയി എടുക്കാം. അപ്പം പക്ഷേ വേറെ കാര്യം അതിനകത്ത് നോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആ അപ്പുറത്ത് പോയി എടുക്കുന്ന കുട്ടിക്ക് വല്ല വയറിളക്കോ ഛർദിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുള്ള കുട്ടിയാണെങ്കിൽ ആ അസുഖം ഈ കുട്ടിക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ കുറേ അസുഖങ്ങൾ ഈ പറയുന്ന മാതിരി ഈ ഇൻഫെക്ഷൻ ഡിസീസിൻ്റെ ഗ്രൂപ്പിനകത്തുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞു നിർത്തുന്നുള്ളൂ. സ്കൂൾ ഗോയിങ് കുട്ടികൾക്കായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളും സാറ് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് പ്രതിവിധിയാണ് അതിന് പറയാനുള്ളത്? പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ ഈ അസുഖങ്ങൾക്കും എല്ലാ ഈ മാനസികമായിട്ടുള്ള പ്രശ്നം എല്ലാത്തിനും മെഡിസിൻസ് അല്ല അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഞാൻ ബേസിക്കലി അങ്ങനെ ഒരു മെഡിസിൻസിൽ വിശ്വസിക്കുന്ന കംപ്ലീറ്റ്ലി ഒരു മെഡിസിൻസ് കൊടുത്ത് മാറ്റാവുന്ന അസുഖങ്ങളെന്നുള്ള പറഞ്ഞല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അതിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ സാധാരണ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊന്ന് പാരൻസിനോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പം അതിന് പ്രതിവിധികളെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞാൽ, ഞങ്ങൾ സാധാരണ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ പാരൻസിനോട് നമ്മളിത് പറയും. കാരണം വെച്ചാൽ അവർ 2 മാസത്തെ ഇത് കഴിയുമ്പോഴത്തേക്ക് ചില പാരൻസും അല്ലെങ്കിൽ ചില വീട്ടുകാരും ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അവർ സ്കൂൾ തുടങ്ങി അപ്പം തന്നെ ഈ പട്ടാളച്ചിട്ട സ്റ്റാർട്ട് ചെയ്യും. കറക്റ്റ് ആദ്യമേ ഒരു ടൈം ടേബിൾ ഉണ്ടാകും. ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് രാവിലെ മുതൽ അവർ പറയും പറഞ്ഞ ടൈം ടേബിൾ ഉണ്ടാക്കി 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് എണീക്കണം, 7 മണിക്ക് ഭക്ഷണം കഴിക്കണം, സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കുളിക്കണം, അത് കഴിഞ്ഞ് പഠിക്കാതിരിക്കണം. അവരും കുട്ടികളാണ്. അപ്പം അവർക്കും അതിൻ്റെതായിട്ടുള്ള ലാഘവത്തോടു കൂടെ അവരെ കൊണ്ട് തന്നെ, അതായത് കുട്ടികളെ കൊണ്ട് തന്നെ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യിക്കുക. അതായിരിക്കും കൂടുതൽ എളുപ്പം. അപ്പം അത് സഡനായിട്ട് തന്നെ വേണമെന്നില്ല, 1 ആഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞിട്ട് മെല്ലെ സ്ലോ ആയിട്ട് ലാഘവത്തോട് ചെയ്താൽ മതി. അതായത് അപ്പോൾ അവരോട് ചോദിക്കുക, അതായത് ആദ്യമേ ചോദിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടിയുമായിട്ട് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതാണ് എപ്പോഴും മിക്ക പാരൻസും ഇപ്പോൾ മിസ് ചെയ്യുന്നൊരു കാര്യമാണത്. ഞാൻ നേരത്തെ പറയാൻ മിസ് ചെയ്തതാണ്. അപ്പോൾ അതായത് മിക്ക പാരൻസ് എന്ന് പറഞ്ഞാൽ മോനെ സ്കൂളിൽ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നതിനെക്കാട്ടും കൂടുതൽ മോനെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ചു, നാളെ എന്തൊക്കെയാണ് ഹോംവർക്ക്, അത് അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ബോണ്ടില്ല. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് മോനെ ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു സ്കൂൾ, മോനെ അടിച്ചു പൊളിച്ചോ, മോനെ എങ്ങനെ ഉണ്ടായിരുന്നു, മോനെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയോ. ഈ ഹോംവർക്കിനെ കുറിച്ചോ സബ്ജക്റ്റുകളെ കുറിച്ചോ പിന്നീട് ഏറ്റവും അവസാനം ചോദിച്ചാൽ മതി.
പിന്നെ അത് മോനെ അത് എങ്ങനെയുണ്ട്, അപ്പം അവരോട് കൂടെ ഇരുന്ന് അവർക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ അവരെ കൊണ്ട് തന്നെ സെറ്റ് ചെയ്ത് നമുക്ക് ഒരു മാസത്തിനുള്ളിൽ മെല്ലെ അത് മോഡിഫൈ ചെയ്ത് അത് നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നത് അവരെ കൊണ്ട് മെല്ലെ മെല്ലെ ഈ നമ്മൾ ഈ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാൻ പോരുത്. അപ്പോൾ അതിന് മുമ്പ് മെല്ലെ കുറച്ച് എടുത്തു കഴിഞ്ഞാൽ അവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും, അവരും ഇൻട്രസ്റ്റ് കാണിക്കും. അതായത് ഞാൻ ഉണ്ടാക്കിയതല്ലേ, ഞാൻ ഉണ്ടാക്കിയ ടൈം ടേബിൾ, അപ്പോൾ ഞാൻ ഫോളോ ചെയ്യണം എന്നുള്ള ഒരു ബോധം അവർക്ക് വരും. അപ്പോൾ അങ്ങനെ ആ മെൻ്റൽ സ്ട്രെസ്സും സ്ട്രെയിനും ഇത് വേണ്ട. അതേപോലെ തന്നെ നമ്മൾ വരുമ്പോഴത്തേക്ക് തന്നെ ഇന്ന് മുതൽ ടി വി ഇല്ല, ഇത് തലേദിവസം പറഞ്ഞിട്ടാണ് കുട്ടീനെ സ്കൂളിൽ വിടുന്നത്. അതായത് ഇന്ന് മുതൽ നാളെ സ്കൂൾ തുറക്കാണ് മോനെ, നാളെ മുതൽ ടി വി ഇല്ല, മൊബൈലും ഇല്ല. അപ്പോൾ ഇത് എങ്ങനെ ആലോചിച്ചിട്ടാണ് മോൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നത്, ദൈവമേ ഇന്നിനി ഞാൻ എന്ത് ചെയ്യും, ഇന്ന് ടി വി ഇല്ല, മൊബൈലും ഇല്ല. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കാണ് കുട്ടിക്ക് ആ ഒരു സ്ട്രെസ്സാണ്. അപ്പം അവനോട് അതൊന്നും പറയണ്ട, മെല്ലെ 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 മോനെ നമുക്ക് സ്കൂൾ തുടങ്ങിയല്ലോ, അപ്പം നമുക്ക് ടി വിയുടെ ടൈം ഒരു 10 മിനിറ്റ് ഒരു ദിവസം കുറച്ച് കണ്ടോ എന്ന് പറയും. അപ്പോൾ 10 മിനിറ്റല്ലേ, പ്രശ്നമില്ല. അപ്പോൾ അതുവരെ ആക്സെപ്റ്റ് ചെയ്ത് മെല്ലെ മെല്ലെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തതാണെങ്കിൽ ആ ആദ്യം പറഞ്ഞ മെൻ്റൽ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കുറേ രീതിയിൽ നമുക്ക് കുറയ്ക്കാം. അപ്പോൾ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കി എടുക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞ്, അതിന് സമയം കൊടുക്കുക. ആ ഡിസിപ്ലിൻ ഉണ്ടാക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ള നല്ല കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ ഹെൽപ്പും കൂടെ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ അവനോട് അത് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ അവളോട് അത് ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് കൂടുതൽ ഹെൽപ്ഫുൾ ആവുകയും ഈ സ്ട്രെസ്സ് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ അവനിപ്പോൾ ചില കുട്ടികൾ ആ ടീച്ചർക്ക് എന്നെ ഇഷ്ടമല്ല, അത് വേറെ സിനിമ ആയിട്ട്. ഞാൻ ആക്ച്വലി ഇവിടെ ശ്രീകണ്ഠാപുരത്തുള്ള ഒരു പ്രശസ്ത സ്കൂളിലെ PTA പ്രസിഡൻ്റാണ്. അപ്പോൾ അത് അങ്ങനെ അപ്പോൾ എനിക്ക് കുറേ കുട്ടികളായിട്ട് ഡയറക്റ്റായിട്ട് എനിക്ക് അറിയാവുന്നൊരിത്. അപ്പം പല കുട്ടികളിൽ ഒരു കംപ്ലയിൻറ്റ് ചെറിയ ക്ലാസ്സിൽ എന്താ പറഞ്ഞാൽ ആ ടീച്ചർക്ക് എന്നെ ഇഷ്ടമല്ല, അല്ല ഈ ടീച്ചർക്ക് എന്നെ ഇഷ്ടമല്ല. അത് പല സ്കൂളുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്, പല കുട്ടികളും പറയുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്കൂളുമായി അധികൃതരോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്കൂൾ ടീച്ചറോട് ബന്ധപ്പെട്ട് അത് ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ മെൻ്റൽ സ്ട്രെസ്സും സ്ട്രെയിനും, എസ്പെഷ്യലി ഞാൻ ഈ പറയുന്നത് ഇത് മുഴുവൻ ഈ സ്കൂൾ റീ ഓപ്പണിങ്ങിനെ കുറിച്ച് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കൊരു പരിധി വരെ നമുക്കത് കുറയ്ക്കാൻ പറ്റും. നമുക്ക് എല്ലാ ഈ മെൻ്റൽ ട്രോമയ്ക്കും സ്ട്രെസ്സിനും അല്ലെങ്കിൽ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കെല്ലാം മരുന്നല്ല എൻ്റേത്. അപ്പോൾ ഞാൻ സാധാരണ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, ഒരു പനിയായിട്ട് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ പനിക്ക് മരുന്ന് കൊടുത്ത് ആൻറ്റിബയോട്ടിക്കും കൊടുത്ത് പറഞ്ഞു വിടലല്ല. പക്ഷേ ഞാനൊരു കുട്ടിയുടെ അറ്റ്ലീസ്റ്റ് ഒരു 5 to 10 minutes എനിക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ ഞാനത് സ്പെൻഡ് ചെയ്യും. കാരണം പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി സുരമ്യ എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ അപ്പോൾ സുരമ്യയുടെ ഹിസ്റ്ററി ഞാൻ ആദ്യം എടുത്തു, എനിക്ക് ആവശ്യമില്ല. പക്ഷേ എന്നാലും ഞാൻ നോർമൽ ചോദിക്കുന്ന രീതിയിൽ സാധാരണ കുട്ടികളുടെ അടുത്ത് പോകുന്ന ചോദിക്കുന്ന കാര്യത്തിന് ഒരു പാരൻ്റ് എന്ന നിലയ്ക്ക് സുരമ്യയുടെ മക്കളെ എന്ത് ചെയ്യുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാനൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ പാരൻസിനോടും ചോദിക്കും എത്ര മക്കളുണ്ട്, വീട്ടിൽ ആർക്കൊക്കെ പനിയുണ്ട്, നിങ്ങൾ താമസിക്കുന്ന സിറ്റുവേഷൻ എവിടെയാണ്. ഇപ്പോൾ ഒരു ക്ലോസ് കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യാൻ എളുപ്പമാണ്, ഒരു ഒരു വയറിളക്കോ ഛർദിയോ മഞ്ഞപ്പിത്തോ സ്പ്രെഡ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞൊരു ഫാമിലി ഹിസ്റ്ററി എടുത്തിട്ട് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ബാക്കി പ്രശ്നങ്ങളും കൂടെ എല്ലാം കൂടെ ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് നമുക്കൊരു കുട്ടിയെ ട്രീറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അതായത് ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അതൊരു ചുമയായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ചുമയ്ക്കുള്ള മരുന്ന് മാത്രം എഴുതി കൊടുത്തിട്ട് കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ പല സമയത്തും എനിക്ക് കുട്ടിയെ അല്ല കുട്ടിയുടെ പാരൻസിനെയും കൂടെ ചിലപ്പോൾ ട്രീറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. കാരണം വെച്ചാൽ ആ കുട്ടി മരുന്ന് വാങ്ങിക്കും പോകും, പിറ്റേ ദിവസം വരുമ്പോഴത്തേക്കും വീണ്ടും കുട്ടിയുടെ അസുഖം കുറയുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കും, ഈ പറഞ്ഞ നിങ്ങളുടെ പാരൻസിന് കുടുംബത്തിൽ ആരൊക്കെയുണ്ട്, അച്ഛൻ അമ്മ, അപ്പം അച്ഛൻ അമ്മ അമ്മ, അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും അസുഖമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും മാറാതെ നിൽക്കുന്ന അസുഖങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറൊരു അസുഖങ്ങൾ, ഇപ്പോൾ അമ്മയ്ക്ക് ചുമ മാറുന്നില്ല, അപ്പോൾ ഒന്നെങ്കിൽ ഇപ്പോൾ അമ്മയ്ക്ക് ചുമ മാറേണ്ട അമ്മ ആരെ കാണിക്കുന്ന ആ ഡോക്ടറെ വീണ്ടും കാണിച്ച് ആ ചുമ മാറും. കാരണം അമ്മയ്ക്ക് ചുമയുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു കുട്ടിയുടെ ചുമ മാറാൻ പോകുന്നില്ല. അപ്പോൾ ഹിസ്റ്ററി ടേക്കിങ്ങും അതേമാതിരി അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് വലിയൊരു ഇമ്പോർട്ടൻസ് അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് എൻ്റെ അപ്രോച്ച് എപ്പോഴും. കാരണം എപ്പോഴും പ്രോപ്പർ ഹിസ്റ്ററി എടുക്കുക. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നം, കുട്ടിക്ക് എവിടെ നിന്ന് അസുഖം വന്നു, കുട്ടിക്ക് ഫ്രണ്ട്സ് ആരൊക്കെയാണ്, ആർക്കൊക്കെ അസുഖങ്ങൾ ഉണ്ട്, കുട്ടിയുടെ പ്രായമുള്ള മുതിർന്നവർ വീട്ടിലുണ്ടോ, അതേമാതിരി കുട്ടിയുടെ കൂട്ടുകാർക്ക് എത്ര പേരുണ്ട്, അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ അസുഖങ്ങളുണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് കൊണ്ടുപോയാൽ മാത്രമേ അത് ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവ് ആവുള്ളൂ. അതുകൊണ്ട് മരുന്ന് കൊടുത്തുകൊണ്ട് മാത്രം ഒരു കുട്ടിയുടെ അസുഖം മാറണം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. സ്കൂൾ ഗോയിങ് കുട്ടികൾക്ക് മെന്റലി വരുന്ന റെമഡീസും കാര്യങ്ങളും സാറ് പറഞ്ഞു തന്നു. അപ്പൊ ഫിസിക്കലി ഒരു കുട്ടിക്ക് ഒരു അസുഖം കാര്യങ്ങൾ വന്നാൽ അവരെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പം ഉറക്കത്തിൻ്റെ കാര്യം ഇതൊക്കെ പറഞ്ഞു ഉണ്ടാകുന്ന ക്ഷീണവും, അപ്പോൾ അതൊക്കെ പരിഹരിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഏകദേശം ഒരു ഔട്ട്ലൈൻ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അസുഖങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, സ്കൂൾ കുട്ടി ഇപ്പം സ്കൂളിൽ പോകാൻ നമ്മൾ ഫുഡ് ഷെയർ ചെയ്യുന്നത് ഒഴിവാക്കുക. പിന്നെ അതേമാതിരി അസുഖങ്ങളായിട്ട് സ്കൂളിൽ വിടാതിരിക്കാൻ പറ്റുമെങ്കിൽ വിടാതിരിക്കുക. പിന്നെ ഒരു ടവലോ എന്തെങ്കിലും വെച്ച് കുട്ടികളോട് പറയുക. അതായത് നമ്മൾ ചുമയുള്ള കുട്ടിയെ വിടുകയാണെങ്കിൽ ടവൽ ഉപയോഗിച്ച് മുഖം കവർ ചെയ്യുക.
പിന്നെ ടീച്ചറോട് നമ്മൾ വേറെ കാര്യം നമ്മൾ പലപ്പോഴും ചെയ്യാത്തത് നമ്മൾ ടീച്ചറോട് വിളിച്ച് പറയണം. അതായത് നമ്മളിപ്പം ഒരു സ്കൂൾ കുട്ടീനെ ജലദോഷമോ പനിയോ ആണെന്ന് കുട്ടീനെ സ്കൂളിലോട്ട് വിടുമ്പോൾ ആ കുട്ടി ഒന്ന് ശ്രദ്ധിച്ചോണം. അവന് ചുമ കൂടുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ജലദോഷം കൂടുന്നുണ്ടെങ്കിലോ ആ കുട്ടി ഒന്ന് മാറ്റിയിരുത്തോ അല്ലെങ്കിൽ പാരൻസിനെ ഇൻഫോം ചെയ്യും. പിന്നെ അതിനകത്തൊരു നെഗറ്റീവ് വശം എന്താന്ന് പറഞ്ഞാൽ ഇപ്പം മിക്ക കുടുംബങ്ങളും അണുകുടുംബങ്ങളാണ്. അപ്പോൾ അണുകുടുംബങ്ങളിൽ ആ കൂടെ അച്ഛനും അമ്മയും 1-2 മക്കളുണ്ടാവും. ചിലപ്പോൾ വീട്ടിൽ ചിലപ്പോൾ പാരൻസ് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ സെർവൻ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പം അച്ഛൻ ജോലിക്ക് പോവും, അമ്മ ജോലിക്ക് പോവും. കുട്ടികൾക്ക് അസുഖം ഉണ്ടെങ്കിലും കുട്ടീനെ സ്കൂളിൽ വിടും. അതൊരു വലിയ പ്രശ്നമാണ്. കുറേ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. കുട്ടികൾക്ക് അസുഖം ഉണ്ടെങ്കിലും കുട്ടികൾ സ്കൂളിൽ പോകും. അപ്പം പിന്നെ ടീച്ചേഴ്സിനും ഒന്നും ചെയ്യാൻ പറ്റില്ല, പാരൻസിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവരുടെ നിസ്സഹായാവസ്ഥയാണ് അവരെ അതിനകത്തോട്ട് വിടുന്നത്. പിന്നെ ഈ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറേ വാക്സിനേഷൻസ് ഉണ്ട്. ഇപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് അറിയാവുന്ന വാക്സിനേഷൻ ചിക്കൻ ബോക്സ്, മംസ്, മീസൽസ്, അങ്ങനത്തെ കുറേ അറിയാവുന്ന മിക്ക കുട്ടികൾക്കും എടുക്കാൻ പറ്റുന്ന വാക്സിനേഷൻസ് നമുക്ക് എടുക്കാവുന്ന ഒരെണ്ണമാണ് ഈ ഫ്ലൂ വാക്സിൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു മഴക്കാല സീസണിൽ ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്ന അസുഖം വൈറൽ ഇൻഫെക്ഷനാണ്. ഈ ഫ്ലൂ വാക്സിൻ 6 മാസം മുതലുള്ള കുട്ടികൾക്ക് നമുക്ക് ഈ ഫ്ലൂ വാക്സിൻ കൊടുക്കാൻ പറ്റും. ആ ഫ്ലൂ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു കൊല്ലത്തേക്ക് ആ ഒരു കുറച്ച് പീരീഡിലോട്ട് അത് എഫക്റ്റ് ചെയ്യുള്ളൂ എന്ന് മാത്രം. അതെന്ന് വെച്ചാൽ ഓരോ കൊല്ലത്തെ ഫ്ലൂ വാക്സിൻ വ്യത്യാസം ഉണ്ടാകും. അത് ഈ പറഞ്ഞ ഈ വൈറസ് ജനറ്റിക്കലി റീമോഡൽ ചെയ്തിട്ടാണ് ഈ വൈറസും വരുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്ത് നമ്മൾ കൊടുത്ത ഫ്ലൂ വാക്സിൻ വെച്ചുകൊണ്ട് അടുത്ത കൊല്ലത്തെ നമുക്ക് കാര്യമില്ല. അപ്പോൾ ഓരോ 3 to 6 months ആ ഒരു മഴക്കാലത്ത് അല്ലെങ്കിൽ ആ വൈറൽ ഫീവർ സ്പ്രെഡ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ഫ്ലൂ വാക്സിൻ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആദ്യം വരുന്ന ജലദോഷം, ചുമ, തൊണ്ടവേദന ഇതൊക്കെ കുറേ അങ്ങ് മാറിക്കിട്ടിയാൽ തന്നെ ആ കുട്ടി ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളൊരു ക്ലോസ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടൈഫോയിഡോ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തോ ഉള്ള ഇതാണെങ്കിൽ മഞ്ഞപ്പിത്തത്തിൻ്റെ വാക്സിൻ ഉണ്ട്, ടൈഫോയിഡിൻ്റെ വാക്സിനേഷൻസ് ഉണ്ട്. അപ്പം ഇതെല്ലാം ഈ നമ്മുടെ നോർമൽ വാക്സിനേഷൻ ഷെഡ്യൂളിനകത്ത് വരാത്തത് കൊണ്ട് ഇതെല്ലാം എഡീഷണൽ വാക്സിൻസ് ആണ്. അപ്പം നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഇത് അഡീഷണൽ വാക്സിൻസ്, ഇങ്ങനത്തെ വാക്സിനേഷൻസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു അവബോധം കുറെ ഇല്ല. ഇപ്പൊ പേഴ്സണലി തന്നെ എനിക്കറിയുന്ന ആൾക്കാർ കുട്ടികൾക്ക് വാക്സിനേഷൻ ഒന്നും എടുക്കാത്ത ആൾക്കാർ വരെ ഉണ്ട്, ഒരു വാക്സിനേഷനോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ വാക്സിനേഷൻ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഒരു ഹെൽത്ത് സെന്ററിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ ചെന്നിട്ട് ഇപ്പം നമ്മൾക്ക് ഇവിടെ ആണെങ്കിലും വന്നിട്ട് അതിൻ്റെ വാക്സിനേഷൻ ഷെഡ്യൂള് സ്റ്റാർട്ടിങ് മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഫ്ലൂ വാക്സിൻ കൊടുക്കാനുള്ള സൗകര്യം നമുക്ക് ഇവിടെയുണ്ട്. അതേപോലെ തന്നെ ടൈഫോയിഡ് ആണെങ്കിലും എന്താണെന്നുള്ളത് അത് പാരൻസിനോട് ഞാനാണെങ്കിൽ പാരൻസിനോട് അങ്ങോട്ട് പറഞ്ഞ് അവരെടുക്കാൻ വില്ലിങ് ആണെങ്കിൽ അവരെടുക്കും. നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഷെഡ്യൂൾഡ് വാക്സിനേഷൻ ഇപ്പോൾ ഹെൽത്ത് സെന്ററിൽ PHC-ന്നോ CHC-ന്നോ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതല്ലാണ്ട് എഡീഷണൽ വാക്സിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ അവരോട് പറയാമെന്ന് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ചിക്കൻ ബോക്സിന് പ്രിവെൻറ്റ് ചെയ്യാനുള്ള വാക്സിനേഷൻ ഉണ്ട്, ഫ്ലൂ പ്രിവെൻറ്റ് ചെയ്യാനുള്ള വാക്സിനേഷൻ ഉണ്ട്, ടൈഫോയിഡ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള വാക്സിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ വാക്സിനെ കുറിച്ച് ഞാൻ സാധാരണ പേഷ്യൻസിൻ്റെ പാരൻസിനോട് അല്ലെങ്കിൽ കുട്ടികളുടെ പാരൻസിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് അസുഖങ്ങൾ വരികയാണ്. അതായത് ഒരു കുട്ടി ഇപ്പോൾ ചില പാരൻസ് പറയാറുണ്ട്, ഇപ്പോൾ സ്കൂൾ തുറന്ന് 1 മാസത്തിൽ 4ാമത്തെ പ്രാവശ്യം ഡോക്ടറെ പനി വരുന്നത്. അപ്പം ആ കുട്ടിക്ക് പനി വരാനുള്ള കാരണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഹിസ്റ്ററി എടുത്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി ആ കുട്ടിക്ക് വാക്സിനേഷൻ കൊടുത്താൽ മാറുന്നൊരു പ്രശ്നമായി ഉള്ളുവെങ്കിൽ വാക്സിനേഷൻ നമ്മൾ പറയും. പിന്നെ ചില കുട്ടികൾക്ക് ഈ വാക്സിനേഷൻ ചില കുട്ടി അലർജിയുടെ പ്രശ്നങ്ങളായി. അപ്പം അലർജിയുടെ ഇതെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും നമ്മളിപ്പോൾ ഈ ഹിസ്റ്ററിക്കകത്ത് ഞാൻ പറഞ്ഞപ്പോൾ മിസ് ചെയ്യുന്നൊരു കാര്യമാണ്. അലർജിയുടെ ഇത് നമ്മൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി എടുക്കണം. കാരണം വെച്ചാൽ നമ്മൾ പല ആൾക്കാർക്കും പൊതുവേ ഒരു ധാരണ എന്താണെന്ന് പറഞ്ഞാൽ പശുവും പാല് കൊടുത്ത അലർജി എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പൊതുവേ ഉണ്ട്. ഈ 2.5% കുട്ടികൾക്ക് പശുവും പാലിനോട് അലർജി ഉണ്ട്, കഫക്കെട്ട് വരുന്നുണ്ട്. അപ്പോൾ 2.5% കുട്ടികൾക്ക് ഈ പശുവും പാലിനല്ല കൗസ് മിൽക്ക് പ്രോട്ടീൻ അലർജി എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് 2.5% കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ എന്ന് മാത്രമല്ല, അത് 5 വയസ്സ് 6 വയസ്സ് വരെ ഉണ്ടാവണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, പൊതുവേ ആർക്കും പശുപാൽ കൊടുക്കും. പക്ഷേ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ട് റീസണബിൾ ആയിട്ട് കിട്ടുന്ന സാധനം പശുപാലാണ്. അപ്പോൾ അതേപോലെ തന്നെ പല ഫുഡും പല കാര്യങ്ങളും, ചില കുട്ടികൾക്ക് ചോക്ലേറ്റ് അലർജി ആയിരിക്കാം, ചില കുട്ടികൾക്ക് നട്ട്സ് അലർജി ആയിരിക്കാം. അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നട്ട്സ് അലർജി കൊടുക്കൂല, ചോക്ലേറ്റ് അലർജി കൊടുക്കൂല, പാൽ അലർജി കൊടുക്കൂല. അപ്പോൾ ഇതൊന്നും ആ കുട്ടിക്ക് കിട്ടുന്നില്ല. ആ കുട്ടിക്ക് സ്പെസിഫിക് ആയിട്ട് എന്തിനോടെങ്കിലും അലർജി ഉണ്ടോ എന്നുള്ളത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആ ഒരു ഫുഡ് നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കാതിരിക്കാൻ പാടുള്ളൂ. പിന്നെ മിക്ക പാരൻസും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു ഇത് ഞാൻ കാണാറുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം മൂത്ത കുട്ടിക്ക് വാങ്ങിച്ച മരുന്ന് കുറച്ച് ഡോസ് കൊടുത്ത് വീട്ടിൽ നിന്നും കൊടുക്കും. പക്ഷേ ഈ സ്കൂളിൽ പോകുന്നതുകൊണ്ടും ഈ പാരൻസിൻ്റെ തിരക്ക് കാരണം അവർക്ക് ഡോക്ടറെ കാണിക്കാൻ പറ്റാറില്ല. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഡോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് ശരിയല്ല. അപ്പം ചിലപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ടത് ആ കുട്ടിയുടെ അസുഖം മാറിയത് വരും. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം അവർക്ക് ആ പാരൻസിന് കൂടുതൽ കോൺഫിഡൻസ് കൂടിയിട്ട് അവർ വീണ്ടും അതേ മരുന്നിന് വീണ്ടും കൊടുക്കും. ഇപ്പോൾ ആൻറ്റിബയോട്ടിക് ഒക്കെ എനിക്കറിയാം. കാരണം വെച്ചാൽ ഇപ്പം ഒരു കുട്ടിക്ക് വാങ്ങിച്ചു 2 ബോട്ടിൽ ആൻറ്റിബയോട്ടിക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ബോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ അസുഖം മാറും. മറ്റേ ബോട്ടിൽ അവർ ചിലപ്പോൾ തിരിച്ചു കൊടുക്കില്ല, അതവിടെ വെക്കും.
5-6 മാസം കഴിയുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് വീണ്ടും ഒരു പനി വന്നു. പക്ഷെ ആദ്യത്തെ പനി വന്ന് ചിലപ്പോൾ തൊണ്ടയിൽ പഴുപ്പ് കൊണ്ടായിരിക്കും, ടോൺസിലൈറ്റിസ് കൊണ്ടായിരിക്കും. രണ്ടാമത്തെ പനി വന്നപ്പോൾ മൂത്രത്തിൽ പഴുപ്പ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. ഈ രണ്ടിനും ഇവരിത് ആന്റിബയോട്ടിക് തന്നെ എടുത്ത് കൊടുക്കും, അതേ ഡോസിൽ കൊടുക്കും. അപ്പോൾ കുട്ടിക്ക് എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി വരികയും ചെയ്യും. അപ്പോൾ കുട്ടിക്ക് അപ്പം ഡോക്ടർമാർ ആ ആന്റിബയോട്ടിക്കിൽ നിന്ന് ഹയർ ആന്റിബയോട്ടിക്കിൽ പോകേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കുറേ ഈ ട്രീറ്റ്മെന്റ് മെഡാലിസം. അപ്പോൾ അതിനകത്ത് കൂടെ പറയാനാണെങ്കിൽ ഒരു ചെറിയ ഇന്റർവ്യൂവിൽ അല്ലെങ്കിൽ ചെറിയൊരു ഇത് നിൽക്കുന്നതല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് ഫിനിഷ് ചെയ്യുന്നത്. അപ്പം ബേസിക്കലി ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതാക്കാനുള്ളത്. അപ്പം എന്തെങ്കിലും ഇനി ബാക്കിയുള്ള എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള ഹെൽപ്പാണെങ്കിലും, ഇപ്പം സ്ട്രെസ്സോ സ്ട്രെയിനോ മെൻ്റൽ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ല അസുഖങ്ങളാണെങ്കിലോ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ പറ്റും. അപ്പം അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഡെഫിനറ്റ്ലി ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്ന് വെച്ചാൽ ഞാൻ പിന്നെ വേറൊരു കാര്യം ഞാൻ എപ്പോഴും ഒരു പേഷ്യൻറ്റിനോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒറ്റ കാര്യമാണ്. അത് പണ്ടും പറയുന്നത് ഇപ്പോഴും പറയുന്നത്, എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ മോളെ ഞാൻ എങ്ങനെ ട്രീറ്റ് ചെയ്യുമോ അതേമാതിരി തന്നെയാണ് എൻ്റെ കുട്ടികളെ ഞാൻ ട്രീറ്റ് ചെയ്യുക, എൻ്റെ പേഷ്യൻസിനെ ഞാൻ ട്രീറ്റ് ചെയ്യും. അത് എപ്പോഴും. ഇപ്പം ഇന്നലെ ഒരു പേഷ്യൻറ്റിനോട് ഞാൻ പറഞ്ഞോളൂ, അപ്പോൾ അവർ MRI എടുക്കാൻ പറ്റുന്നില്ല, ആ കുട്ടി കിടക്കുന്നില്ല എന്ന്. അപ്പം അങ്ങനെ MRI എടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന ആ കുട്ടി ഇപ്പം ഒരാഴ്ചയായി നിൽക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ ഡീറ്റെയിൽ കൊണ്ടുപോയി ഞാൻ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റ് വൈകിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മോനാണെങ്കിൽ ആ സാധനം ഞാൻ നാളെ തന്നെ എവിടുന്നേലും കൊണ്ട് ഞാൻ എടുപ്പിക്കും. അപ്പം അവർ പിറ്റേ ദിവസം പോയി എടുപ്പിച്ചു. അപ്പം ഞാൻ ആ ഒരു ഇതാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നത്. സ്കൂൾ റീഓപ്പണിംഗ് സമയത്ത് കുട്ടികൾ ഫേസ് ചെയ്യുന്ന മഴക്കാല രോഗങ്ങളെക്കുറിച്ചും മാനസികമായ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ സാറിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് നന്ദി. താങ്ക് യു.